ഹലോ സലാം നമസ്കാരം. ഇന്ന് എൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ ഞാൻ വല്ല രാഷ്ട്രീയം പറയാൻ പോവാണെന്ന് കരുതണ്ട. എനിക്കതിനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. അതേപോലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ആളുമല്ല. എന്നാലും എൻ്റേതായ ചെറിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏതെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചോ ഒന്നുമല്ല. എന്നാലും ചെറിയൊരു രാഷ്ട്രീയമായിട്ട് ചെറിയ ബന്ധമുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണ്. ജോലി പോയിട്ടും പിന്നെ ഒരുപാട് കടകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴും എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു പരിധി വരെ വളരെ ആശ്വാസമായിരുന്നു നമുക്ക് ഗവൺമെൻറ് നൽകിയ കിറ്റ്. എന്നാൽ അതിന് കുറേയൊക്കെ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നു. അതിൻ്റെ കുറവുകൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളിപ്പം പുറത്തൊരു രാജ്യത്ത് താമസിക്കുമ്പം ഇപ്പം നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ ഇവിടെ ഒരു നല്ല കാര്യം കാണുമ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് നല്ലതാണെന്ന് തോന്നാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് നല്ലതാണെന്ന് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ല, അതൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങളും കുറേ തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കാരണം ഇത് ലോകം മൊത്തം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണല്ലോ, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇനി വീണ്ടും നമ്മുടെ നാട് ലോക്ക്ഡൗണിലേക്ക് പോകുമോ അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്. അപ്പം ഈ ഒരു പ്രശ്നം വന്നപ്പം ഇവർ അതിനെ നേരിട്ടത് കുറച്ചുകൂടി നല്ല രീതിയിലായിട്ട് തോന്നി. അത് ജനങ്ങളിലേക്ക് സഹായം എത്തിച്ച രീതി കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മൾക്ക് ഈ ഗവൺമെൻറ് ഒരു കിറ്റ് കൊടുക്കുമ്പം അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാവണമെന്നില്ല. ആവശ്യമുള്ളത് തന്നെയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗുണനിലവാരത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പലതായിരിക്കും. അപ്പം ഇതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡായി തോന്നി എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൊറിയയിൽ എല്ലാവർക്കും 2 തവണയായിട്ട് ഗവൺമെൻറ് സഹായം അനുവദിച്ചിരുന്നു. അത് ഫോറിനേഴ്സായ ഞങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പണക്കാരാണെന്നോ പാവപ്പെട്ടവരാണെന്നോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തത്. കാരണം ഈ ഒരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. നമ്മുടെ നാട്ടിൽ കിറ്റ് കൊടുത്തിരുന്നപ്പോൾ അതിന് പകരം ഇവിടെയുള്ള ഗവൺമെൻറ് ചെയ്തത് പണമായിട്ടാണ് ഓരോരുത്തരുടെയും എത്തിച്ചത്. പക്ഷേ നമുക്കറിയാം, പണമായിട്ട് നേരിട്ട് തന്നു കഴിഞ്ഞാൽ അത് അത്ര ഉപകാരത്തിൽപ്പെടാൻ വഴിയില്ല. കാരണം പല രീതിയിലാണ് ജനങ്ങൾ അത് ഉപയോഗിക്കുക. അപ്പോൾ അവർ അതിനുവേണ്ടി ചെയ്തത് ഇതുപോലത്തെ കാർഡുകളായിട്ടാണ് നമുക്ക് നൽകിയത്. ഒരു കാർഡ് $100 കാർഡാണ്. ഇതുപോലത്തെ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാർഡ് എന്നുള്ള രീതിയിലാണ് നൽകിയത്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ കാർഡ് ഉപയോഗിച്ച് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ ഈ കാർഡിനെ കുറിച്ചും അതുപോലെ ഇതിലൂടെ എങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇതിപ്പോൾ എൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു കാർഡാണത്. ഇത് ഫസ്റ്റ് തവണ ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ സഹായമായിട്ട് ലഭിച്ചതാണ്. $100 ഒരു കാർഡ്. ഇതുപോലെ $300 വേറൊരു കാർഡും ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇത് വേറൊരു $100 കാർഡാണ്. അതുപോലെ ഇപ്പോൾ 2ാം ഘട്ട സഹായമായിട്ടാണ് ഞാൻ നേരത്തെ ഒരു എൻവലപ്പ് കാണിച്ചു തന്നിരുന്നല്ലോ, അതാണ് 2ാം ഘട്ടമായിട്ട് കിട്ടിയതാണത്. അതിലുണ്ടായിരുന്നത് ഇതുപോലെ $100 കാർഡാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊറോണ ഒരുപാട് കൂടിയിട്ടും ലോക്ക്ഡൗൺ ഒന്നും ചെയ്തിരുന്നില്ല. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിരുന്നു. അതായത് കടകൾ ഇത്ര സമയം വരെ തുറന്ന് പ്രവർത്തിക്കാവൂ, പിന്നെ ആളുകൾ കൂട്ടം കൂടി പോകരുത്, ഷോപ്പിങ്ങിനായാലും മറ്റെന്തിനായാലും കൂട്ടം കൂടി പോകരുത്, അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അങ്ങനെ വല്ലാതെ കൂടിയ അവസരത്തിലാണ് ഇവർ ലോക്ക്ഡൗൺ ചെയ്തില്ലെങ്കിലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ സഹായം ചെയ്തത്. അപ്പം ഞാൻ മേടിക്കാൻ പോകുന്ന മാർട്ട് കാണിച്ചു തരാം. ഈ നേരെ കാണുന്ന ഷോപ്പിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ചെറിയ ഷോപ്പുകളിലാണ്. ഇതൊരു ചെറിയ മാർട്ടാണ്. പിന്നെ അവിടെയായിട്ട് വേറൊരു നോഹ്യുപ് മാർട്ട് എന്ന് പറയുന്നുണ്ട്, അതായത് കർഷകരുടെ സ്ഥാപനമാണ് അത്. അങ്ങനെയുള്ള മാർട്ടുകളിൽ മാത്രമാണ് ഇതുപോലെയുള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് സഹായമാവുക എന്നുള്ളത് മാത്രമല്ല, അതുപോലെ ചെറുകിട വ്യവസായികളെ സഹായിക്കുക എന്നുള്ളതും. വൻകിട മാളുകളിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അതായത് വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊന്നും നമുക്ക് ഇതുപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇതുപോലെയുള്ള ചെറിയ സംരംഭകരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. അതപ്പം ഈ മാർട്ടിലാണ്, K1 എന്ന് പറയുന്ന ഈ മാർട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒത്തിരി വലിയ ഷോപ്പാണെന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് പൊതുവേ എല്ലാ ഷോപ്പുകളും അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ചെറുകിട വ്യവസായികളെ സംരക്ഷിക്കുക എന്നുള്ള ഇതിലാണ് ഈ കാർഡ് ഇവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഷോപ്പിംഗ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സാറാ
ഇതാ ഈ മാർട്ട് കാണുമ്പോൾ പറയാമല്ലോ, അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർട്ടാണ്. ഡെയിലി ലൈഫിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊന്നുമാണ് ഈ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇത് മാത്രമല്ല, ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോകാം. അപ്പോൾ അങ്ങനെ എല്ലാ അത്യാവശ്യ സർവീസുകൾക്കും ഈ കാർഡ് ഉപയോഗിക്കുക എന്നുള്ളത് ഈ കാർഡിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഇതുപോലൊരു സർവീസ് നമ്മുടെ നാട്ടിലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഇതൊരു വലിയ ഹെൽപ്പാവുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾക്കിതേ ഇപ്പോൾ അത്യാവശ്യത്തിന് പാല്, പച്ചക്കറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് മേടിക്കാനുള്ളത്. ഇത് ഫ്രോസൺ സെക്ഷനാണ് കേട്ടോ. ഫ്രോസൺ ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. മാർട്ടിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ബഹളമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ്, കുറച്ച് ഇഞ്ചി എടുത്തോ, പച്ചമുളക്. ഇവിടെ കിട്ടാനില്ലാത്ത സാധനമാണ് കേട്ടോ മാങ്ങ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ വരുള്ളൂ. ആ മാങ്ങയ്ക്ക്, 2 മാങ്ങയ്ക്കുള്ള വിലയാണ് $9 മേലെ ആയിരിക്കും, 9,800. പിന്നെ നട്ട്സൊക്കെ കുറച്ച് ഇഞ്ചി മതി, കുറച്ചവിടെ വീട്ടിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. ഇതാ നമ്മുടെ കണ്ണൂരൊക്കെ മലബാർ സ്പെഷ്യൽ കല്ലുമ്മക്കായാണ്. ഞാനിത് മേടിച്ചിട്ട് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ മുകളിൽ ഈ കുപ്പിയിലിരിക്കുന്നത് ഒരു പൊടിച്ചെമ്മീൻ പോലത്തെയാണ്. ഇത് നിറയെ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. എത്ര കഴുകിയാലും ഉപ്പ് പോയില്ല, അത്ര അധികം ഉപ്പാണ് കേട്ടോ. ഉണക്കമീനിനേക്കാൾ ഉപ്പാണ് അതിൻ്റെ അകത്ത്. സാറെ ഇപ്പോൾ മാസ്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇരിപ്പ്. എന്താ ഇവിടെ ആയിട്ട് മുട്ട ഇരിക്കുന്നുണ്ട്. നമ്മൾ 2 ആഴ്ചത്തേക്കൊക്കെ ഒരുമിച്ചൊക്കെയാണ് മേടിച്ച് വെക്കുക. കാരണം എപ്പോഴും പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് കരുതിയിട്ടാണ്. അതായത് ഈ ഒരു വലിയ പാക്കറ്റ് തന്നെ അതുകൊണ്ട് എടുക്കുകയാണ്. ഈ സൈഡിൽ മീറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. എല്ലാം ഇവിടെ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ഈ കാർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എമൗണ്ട് തീരുമ്പോൾ നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ അക്കൗണ്ടിലത്തെ പൈസ തന്നെ എടുത്തിട്ടാണ് റീചാർജ് ചെയ്യാൻ പറ്റുക. പക്ഷേ അങ്ങനെ റീചാർജ് ചെയ്തിട്ട് ഈ കാർഡ് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ 10% എമൗണ്ട് അധികം കയറും. അതായത് $100 ചാർജ് ചെയ്താൽ $110 അതിൽ കയറും. അപ്പം അതുകൂടി ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇങ്ങനെയുള്ള മാർട്ടുകളിൽ, വലിയ മാർട്ടുകളെ അപേക്ഷിച്ചിട്ട് എമൗണ്ടിലും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഇവിടെ മറ്റ് വലിയ മാർട്ടുകളെ അപേക്ഷിച്ചിട്ട് നല്ല വില കുറവായിരിക്കും. കർഷകരുടെ നിന്ന് നേരിട്ട് സംഭരിച്ചിട്ടാണ്, ഇതുപോലുള്ള ഒരു സൊസൈറ്റീസ് പോലെയാണിത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ വളരെ ഒരു വിലയിൽ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനൊരു ടോയ് കാർ ഈ കാർട്ടിൻ്റെ അടിയിലുള്ളത് കൊണ്ട് അതൊരു ഗുണമാണ്. ഒരാൾ മാറിയിട്ട് ഇപ്പം അടുത്ത ആൾ കയറിയിട്ടുണ്ട്. എവിടെ പോകുന്നു? അപ്പം നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ കാർഡാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടിയുടെ അകത്ത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള കുറവുകളെ അല്ലെങ്കിൽ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്തേണ്ടതും അതിലെ അണികൾ തന്നെയാണ്. ഒരു ഓപ്പോസിറ്റ് പാർട്ടിയേക്കാളും അതിലെ അണികൾ പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ഗൗരവത്തിൽ അവരതെടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് തോന്നി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Dikira Tara na. Tara. Tara, bye-bye, Banya. Bye-bye. Bye-bye, Gancha. Bye-bye. Bye-bye, Gancha.